അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖസസുൽ ഔലിയ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹത്തുക്കളായ ഔലിയാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും ഒക്കെ ചരിത്ര കഥകളാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് വലിയൊരു വരൾച്ച ഉണ്ടായ സമയത്ത് ഇസ്രായേൽക്കാരിൽപ്പെട്ട 3 പേർ ദുആ ചെയ്തതും 3 പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന ഉത്തരം കിട്ടിയതും ആയ ഒരു സംഭവമാണ്. വരൾച്ച അനുഭവിച്ച് വല്ലാതെ പ്രയാസം നേരിട്ടപ്പോൾ 3 ആളുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിൽ ഒന്നാമത്തെ ആൾ റബ്ബിനോട് ദുആ ചെയ്തത് തആലൈത റബ്ബി അൻത ദാ ഖദ് അമർതനാ ബിഅഫ്വിൻ വസഫഹിൻ അൻ മുസീഇൻ ലനാ ളലം വഹാ നഹ്നു റബ്ബി ഖദ് ളലംനാ നുഫൂസനാ വഅൻത അല്ലദീ ബിൽ അഫ്വി ഔലാ ബിൽ കറം. ഒരാൾ ദുആ ചെയ്തത് അങ്ങനെയാണ്. എന്താണ്? അല്ലാഹുവേ, അക്രമം കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ആളുകളോട് പകരം ചോദിക്കാൻ ഒരുമ്പിടാതെ അവർക്ക് മാപ്പ് കൊടുക്കണം എന്ന് നീ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ റബ്ബേ. ഞങ്ങൾ അക്രമികളാണ്, ഞങ്ങൾ പാപികളാണ്. എങ്കിലും ഞങ്ങളെ നീ ശിക്ഷിക്കാതെ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണം റബ്ബേ. നീ അത്യുദാരനാണല്ലോ എന്നുള്ള ദുആ ആണ് ഒരാൾ ചെയ്തത്. രണ്ടാമത്തെ ആൾ അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്താണെന്ന് നോക്കാം. ഇന്നൽ മുലൂക ഇദാ ശാബത് അബീദുഹും ഫീ റിഖ്ഹിം അഅതഖൂഹും ഇത്ഖ അബ്റാരി ഫഅൻത ഔലാ ബിദാ യാ സയ്യിദി കറമാ ഖദ് ശിബ്തു ഫി റിഖ്ഖി അഅതിഖ്നി മിനൻ നാർ. എന്താണ് രണ്ടാമത്തെ ആൾ ദുആ ചെയ്തത്? അല്ലാഹുവേ, ഞങ്ങളുടെ അടിമകൾ ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് വൃദ്ധന്മാരാവുകയും അവരുടെ തലമുടികൾ നരക്കുകയും ചെയ്താൽ അവരെ അടിമത്ത മോചനം നൽകണമെന്ന് നീ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ റബ്ബേ. ഞാൻ നിന്റെ സേവനത്തിലായി വാർദ്ധക്യം ബാധിച്ച ആളാണ്. അതുകൊണ്ട് നീ എന്നെ മോചിപ്പിക്കണം റഹ്മാനെ. രാജാക്കന്മാർ അവരുടെ അടിമകൾക്ക് പ്രായം വർദ്ധിച്ചാൽ അവരെ മോചിപ്പിക്കുന്നുണ്ട്. ഞാൻ നിന്റെ സേവനത്തിലായി വാർദ്ധക്യം പ്രാപിച്ചിരിക്കുന്നു. അതിനാൽ എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. നീയാണല്ലോ ഏറ്റവും വലിയ ഉദാരൻ എന്ന് രണ്ടാമത്തെ ആൾ ദുആ ചെയ്തു. 2 ദുആക്കും ഉത്തരം വന്നില്ല. എങ്കിൽ മൂന്നാമത്തെ ആൾ അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്താണെന്ന് നോക്കാം. അതൈനാക ഫീ റക്കിബിൽ മതാമീഇ വറജാ വഖദ് കാദ ജയ്ശുൽ യഅസി യദ്ഹബു ബിൽ അമൽ ഫഇൻ ജുദ്ത ബിൽ അഫ്വി അല്ലദീ അൻത അഹ്ലുഹു ഹസംനാ സറാബൻ അഷ്കരിൽ ഖൗഫി വൽ വജ്ൽ. ഹസംനാ സറായ അസ്കരിൽ ഖൗഫി വൽ ഹസൽ. എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുവേ, ഒരു യാചകൻ വന്ന് വാതിലിൽ മുട്ടിയാൽ
അവരെ നിരാശരാക്കി തിരിച്ചയക്കരുതെന്ന് നീ ഞങ്ങളോട് ആജ്ഞാപിച്ചിരിക്കുന്നു. പാവങ്ങളായ ഞങ്ങളിതാ നിന്റെ വാതിലിൽ മുട്ടുന്നു. ഞങ്ങളെ നീ നിരാശരാക്കരുതേ റബ്ബേ. പ്രതീക്ഷയുടെ വാഹനത്തിലേറി ഞങ്ങളിതാ നിന്റെ കാൽക്കൽ വന്നിരിക്കുന്നു. നിരാശയുടെ സൈന്യം ഞങ്ങളുടെ പ്രതീക്ഷകളെ കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഈ നിരാശയുടെ പട്ടാളത്തെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ അതിനുള്ള വഴി തുറന്നു തരണം എന്ന് പ്രാർത്ഥിച്ച് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വലിയ ഇടിയും ശക്തമായ കാറ്റും മഴയും ഒക്കെ വന്നു. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന പല സമയങ്ങളുമുണ്ട്. അതുപോലെ നാം ചെയ്ത ഏറ്റവും നല്ല ഒരു പ്രവർത്തനം മുൻനിർത്തിക്കൊണ്ട് ഏതെങ്കിലും സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നു, പെട്ടെന്ന് ഉത്തരം കിട്ടുന്നു. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു തആല കബൂൽ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയാൽ നമുക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.